ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി. നമ്മൾ ഇതിക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി പേര് പറഞ്ഞു അമ്മയെ കൊണ്ട് ചിക്കൻ കറി വെപ്പിക്കുന്ന ഇത് ഇടവോന്ന് ചോദിച്ച്. അപ്പൊ ഇന്ന് അമ്മ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ശരണ്യയുടെ ഡ്രസ് ഒന്നും മാറിയിട്ടില്ല. കാരണം എന്താ, ഞങ്ങൾ പോയാലും ചിക്കൻ മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. അപ്പൊ അമ്മ വെക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ കൂട്ടുകാരെ കണ്ടതെ അമ്മ ചിക്കനൊക്കെ കഴുകി വെച്ചോണ്ടിരിക്കുക. കഴുകാൻ തുടങ്ങിയതേ ഉള്ളു കേട്ടോ, നന്നായിട്ട് കഴുകി തുടങ്ങിയില്ല, കൊണ്ടുവന്നിട്ട് അങ്ങോട്ട്. അതാണ്. അപ്പം ഇതെല്ലാം നന്നായിട്ട് കഴുകി റെഡിയാക്കിയിട്ട് കൂട്ടുകാരത്തെ അമ്മ ചിക്കൻ കഴുകി വെക്കുക അല്ല അമ്മ? അതാ ചിക്കൻ കഴുകി വെക്കണേ. ഇനി മസാല, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ പറ്റി വെക്കണം. പിന്നെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോയേക്കുക അല്ലേ? അതെ. ഇപ്പൊ ഞങ്ങൾ കൂട്ടുകാരെ ചെറിയൊരു ബിരിയാണി വെക്കുന്നുണ്ട്. സാധനം മൊത്തം ഇല്ല, കുറച്ച് അരി ഇവിടെ കിടപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് തള്ളിക്കുട്ടി വെക്കാൻ പോവാം. അമ്മ മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ മസാലപ്പൊടി ഇടാൻ പോവാം. കൂട്ടുകാരെല്ലാം പറഞ്ഞോണ്ട് ഇന്ന് അമ്മ ചിക്കൻ കറി വെക്കുന്ന അല്ലേ? അതെ, എല്ലാരും പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് വെക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ മസാലപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ എന്തുവാ വേറെ? ഉപ്പ്. കുട്ടിയുടെ പാത്രം ഒന്നും കഴുകിയിട്ടില്ല. അതിന്റെ ഇച്ചിരി വൃത്തിയുടെ ഈ പരിക്കത്തിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഉപ്പിട്ടു. ഇനി ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. കുരുമുളക് പൊടി ഇട്ട് ഇളക്കി പിടിപ്പിക്കാം. കുരുമുളക് പൊടി ഇളക്കണം. ഒന്ന് ഇളക്കി പിടിപ്പിക്കാം. അപ്പൊ അമ്മ എല്ലാം കൂടെ ഇളക്കി പിടിപ്പിച്ചോണ്ടിരിക്കുക. കണ്ട കൂട്ടുകാരെ, നന്നായിട്ട് ഇളക്കി എല്ലാം ചിക്കനെല്ലാം പിടിപ്പിച്ച് വെക്കണം. ചിക്കൻ കഷ്ണത്തെ പിടിപ്പിച്ച്. അപ്പം മക്കളെ ചട്ടി അടുപ്പ വെച്ച് ഇത് വേവിക്കാം. നമുക്ക് ഗ്യാസ് പൂട്ടിയേക്കും അമ്മ. ഗ്യാസ് പൂട്ടിച്ച് അമ്മ മറന്നുപോയി. ചട്ടി അങ്ങനെ അടുപ്പിലോട്ട് വെക്കാൻ പോവാ. ചട്ടി വെച്ച് നമുക്ക് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണ എടുക്കാൻ പോയ കൂട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പെറുക്കി വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ കുട്ടികൾക്ക് ഇത്തരം വേണം ചിക്കനുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവോള. അപ്പൊ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടാ. കൂട്ടുകാരെ ബിരിയാണിക്കുള്ള അരി ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളു കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളല്ലോ. കൂട്ടുകാരെ ചിക്കൻ വെന്ത് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ ചിക്കൻ വേകും. ചിക്കൻ വേകുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ കൂട്ടൊക്കെ ചേർത്ത് വെച്ച് കാണിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരും എവിടെ പോരാ? കവർ മേടിക്കണായിരുന്നു. കവർ തികയല്ല. അപ്പൊ ഇന്ന് ഞായറാഴ്ച അല്ലേ, പിന്നെ അച്ഛനെ ഒന്ന് ഡോക്ടറിനെ കാണിച്ച്. ഞങ്ങളെ പറഞ്ഞ അങ്ങനല്ല, ഇപ്പം വരാന്ന് പറഞ്ഞാണല്ലോ പോയത്. ഒരു ചുമ ഏതായാലും തുടക്കത്തിലേ കാണിച്ചേക്കല്ല. കറക്റ്റായിട്ട് കഴിക്കണം. ഒന്ന് കുറഞ്ഞെന്നും പറഞ്ഞു പിന്നെ കഴിക്കാതിരിക്കരുത്. എന്തുവാ മരുന്ന്? അച്ഛനൊന്ന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാ. ശരണ്യ എവിടം വരെ വല്ലതൊക്കെ വെന്താ? ഒന്നും വെന്തില്ല. ഞങ്ങൾ
അച്ഛൻ്റെ വന്നതെന്തേ അല്ലേ കണ്ട സവോള ഇഞ്ചിയൊക്കെ അരിയാൻ പോണു. അച്ഛാ എന്തോ? അച്ഛൻ ഇന്ന് റെസ്റ്റ് എടു, ഞങ്ങൾ ചെയ്തോളാം. അവിടെ ഇരി. സമയം ഇന്ന് പോയി സമയം ഈ അച്ഛനോട് എത്ര പറഞ്ഞാലും കേക്കിയല്ല. ഞാൻ അരിഞ്ഞോളാം. കുഴപ്പമില്ല ഞാൻ ഞ- കഞ്ഞോളം വേണം ഞാൻ അരിയാ. എന്നാ അത് ഇതെന്നാണ് കള്ളു കുടിക്കാൻ പോണ? കള്ളല്ല കുട്ടികളെ, ഉപ്പിട്ട് കഞ്ഞിവെള്ളം 3 നേരം കുടിക്കാൻ ഡോക്ടർ പോയത്. അന്ന് തൊട്ട് കുടിക്കുന്ന BP കുറയണേ ഇനി. കൂടെ നീ കുറഞ്ഞതിന് കൂടെ അത് ശരിയാ അച്ഛൻ റെസ്റ്റ് എടു, സവോളയൊക്കെ ഞാൻ അരിഞ്ഞോളാം. കുഴപ്പമില്ല വേണ്ട വേണ്ട വേണ്ട, അച്ഛൻ റെസ്റ്റ് എടുക്ക്, ഞാൻ ചെയ്തോളാം. അത് കുഴപ്പമില്ലെന്ന് ഞാനിതിപ്പോ ഒന്ന് ചടന്ന് എന്താ അച്ഛൻ റെസ്റ്റ് എടുക്ക, മരുന്നും കഴിച്ച് റെസ്റ്റ് ഇത് കട്ടിയുള്ള പണിയൊന്നും അല്ലേ, ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോ നമ്മളെ ക്ഷീണം കുറയും. അരി ഞാന് കൊള്ളാം. എന്നാലും അമ്മ പറഞ്ഞ ഇവിടെ ഇരുന്നരി. അമ്മ ഇത് ഞാൻ അരിഞ്ഞു കൊടുത്തോളാം. തന്നെയാ എന്താ ഇത് എന്നടിക്കാണ്? ഇവിടെ ഇടിയപ്പം ഇരിക്കുന്നുണ്ടോ? അതിനകത്ത് തിന്നേക്കാന്ന് ആ അപ്പൊ ഇച്ചിരി വിശപ്പുണ്ട്, ഇച്ചിരി വിശപ്പുണ്ട്. ഇച്ചിരി വിശപ്പുണ്ട്. ടൈം പോയി കാര്യം എനിക്ക് പോയി, അതാണ് ഞാൻ തിരുന്നിട്ട് ഞാൻ കൂടെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. സമയം 2 മണിയാവുന്നേ പോകുന്നു. ഞാൻ പറഞ്ഞ കേട്ടു. എന്നാ എടുത്ത് കഴിക്കണ എന്നാ ശരണി ഇടിയപ്പം തിന്നെ, ഞാൻ സവോള അരിയട്ടെ. ആഹാ എല്ലാരും നിന്നോണ്ടിരിക്കും. അപ്പൊ അച്ഛനും മോനും പണി തുടങ്ങി വന്നിട്ട്. അതെ ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരുന്നല്ലേ. ഇല്ല, സവോള നല്ല അടിപൊളിയായിട്ട് അരിയാൻ പറ്റും കൂട്ടുകാരെ. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് സിമ്പിളാണ്. ഒരു സവോള എടുക്കുക, ഇങ്ങനെ വെക്കുക, ഇതിലായിട്ട് നെക്കി വെക്കുക. കണ്ടാ, എന്നിട്ട് ഇവനിങ്ങനെ നെക്കും തോറും വന്നോളും. എന്തേ അരിഞ്ഞേച്ച് എന്താ ഇപ്പം കണ്ടു ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. കണ്ടാ, പിന്നെ ചില കൂട്ടുകാർ ചോദിച്ചാൽ എന്റെ പേരെന്താന്ന്. പേരെന്ന് പറയാൻ പറ്റില്ല, ഇത് ഓൺലൈനായിട്ട് കിട്ടും. കൂട്ടുകാരെ കാണിച്ചു തരാം. കണ്ട കണ്ട നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടും. 2 പേരും പണി തുടങ്ങി. രണ്ടുപേരും പറഞ്ഞു തുടങ്ങി പറഞ്ഞാ കണ്ട പെട്ടെന്ന് തീർന്നു. ഇതുമ്മ ഒരു തുള്ളി പോലും ഉണ്ടായില്ല. എടുത്ത് വെച്ചു. ഇത് അരിയാൻ ഇപ്പൊ അതാണ് ഇടിയാണ് എല്ലാരും. ഞാൻ വരത്തില്ല, ഞാൻ അരിയാന്നും പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ തൊട്ട്. പിന്നെ എനിക്ക് സംഭവം ഇഷ്ടമല്ലാത്തോണ്ട് പൊക്കത്തിട്ടേക്കുവായിരുന്നു. ഇതിന്റെ ആദ്യം പിടി കിട്ടിയില്ല. ഇനി ഭയങ്കര പാടാണെന്ന് നോക്കുക. ഈ സാധനം ഉപയോഗിക്കാതെയാണ് അരിഞ്ഞത്. ഈ സാധനം ഇപ്പോഴാണ് അതിന്റെ ടെക്നിക്ക് പിടി കിട്ടിയത്. അമ്മ എന്തെടുക്കുവാ? ഞാൻ ഇഞ്ചി അരിഞ്ഞ് വെച്ച്, വെളുത്തുള്ളി എടുത്ത് വെച്ച്. കൂട്ടുകാരെ സവോള പെട്ടെന്ന് അരിയാൻ പെട്ടെന്നല്ലേ? അതെ അതെ, അതും കൊണ്ട് പോയാണോ? അല്ല അച്ഛൻ കിടക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്നാ തൊലി ചെത്തണ? ആപ്പിള്. ആപ്പിളാണ്. എന്നാ കഴിച്ചോ. ക്യാമറ ഞാൻ ഏറ്റെടുത്തു. അതെ ഇപ്പൊ റെഡിയാകുമല്ല. അപ്പൊ കണ്ടതെ അമ്മ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുകയാണ്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ശരണ്യ അവിടെ എന്തുവാ നേരത്ത് പാത്രമൊക്കെ തേച്ച് കഴിക്കുകയാണെന്ന് തോന്നണം. അതെ അതെ, നമ്മള് വേഗം എടുക്കാൻ വേണ്ടിട്ട് കുക്കറിൽ സവോള ഇട്ട് ഒന്നടിക്കുമ്പോ വേഗം. അപ്പൊ ചിക്കൻ കറി റെഡിയാക്കാൻ പെട്ടെന്ന് റെഡിയാക്കാം. അല്ലെങ്കിൽ ചിക്കൻ്റെ അകത്തിട്ട് ഇളക്കി ഇളക്കി വേവിക്കണം. വിട്ട് വിട്ട് ഗ്രേവി ഉണ്ടാകും. ഗ്രേവി ഉണ്ടാകും അന്നേരം. അച്ഛൻ ദേ അവിടെ ആപ്പിള് ചെത്തിക്കൊണ്ടിരിക്കുന്നു. ആപ്പിള് വേണ്ടവർ ആർക്കൊക്കെയാണ്? അച്ഛൻ തന്നെ കഴിച്ചു. ശരണ്യ എവിടം വരെയായി? എന്റെ പൊന്നെ എനിക്കറിയാൻ ചിക്കൻ കറി വെക്കുന്ന അമ്മയല്ലേ. അതുകൊണ്ടാണ് അമ്മയെ തന്നോട് ചോദിച്ചോ. അമ്മ ഒന്ന് ചിക്കൻ കാണിച്ചേ. അതെ അതെ, വെന്താ? ചിക്കനൊക്കെ റെഡിയായിരിക്കാണ്. ഇനി അപ്പൊ വെന്തിരിക്കണം. ഇനി അരപ്പൊക്കെ ചേർക്കട്ടെ. അന്ന് അരപ്പൊക്കെ ചേർക്കണമെന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണം. അമ്മ അന്ന് ഒരു പ്രാവശ്യം ചിക്കൻ കറി വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അമ്മയുടെ ചിക്കൻ കറി കാണണമെന്ന്. അപ്പോൾ ഒന്ന് ചിക്കൻ കറി കാണിച്ചു കൊടുത്തേ. അതിനെന്താ മക്കളെ, ചിക്കൻ കറി അമ്മ കാണിച്ചു തരാം, വെച്ച് കാണിച്ചു തരാം. എന്നാ അരിഞ്ഞൊക്കെ വെച്ചിരിക്കണേ. അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പൊ സവോള റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഇച്ചിരി എണ്ണ മുപ്പിച്ച് അതങ്ങോട്ട് മുളകും മല്ലിയും സവോളയും കൂടി ഇട്ട് ചിക്കനെല്ലാം ഒഴിച്ച് റെഡിയാക്കുക. അപ്പൊ അത് കാണിക്കാം, കാണിച്ചു തരാം. എന്തോ അമ്മ കൂട്ടണ കണ്ട
സവോള നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ആ നന്നായിട്ട് ഇത് കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം ഇല്ലാതെ ഇച്ചിരി എണ്ണ ഒഴിച്ചാട്ട് വെച്ചാൽ മതി. നന്നായിട്ട് ഒന്ന് അടിക്കുമ്പോ വേഗം. ആ ഇനി എന്നാണ് ഇനിയുള്ളത് പറയാലോ. ഇനി അത് ചിക്കൻ്റെ അകത്ത് ചേർത്ത് കാണാൻ മേലമ്മ ഇവിടെ വെച്ചെന്ന് ഇതുമേ വെച്ചാ പോരാ ഞാൻ അല്ലെങ്കിൽ എങ്ങനെ കൂട്ടുകാർ കാണും. അതെ അപ്പൊ അങ്ങനെ ചിക്കൻ്റെ അകത്തായിട്ട് സവോള ഇട്ട് ഇനി മുളകും മല്ലിയും ചൂടാക്കി ചേർത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ആ ശരി ശരി. ആ പിന്നെ കടുക് വറുത്തല്ലേ? ആ കടുക് അടിക്കാതെ ഞാൻ മുളകും ഇത് ചേർത്ത്. അമ്മ എന്തോ അത് കയ്യിരിക്കണ എന്നാക്കിയാണെന്ന് കൂട്ടുകാരോട് പറ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, ആ പിന്നെ വേപ്പില, ആ അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി വേപ്പില ഇടണം അല്ലേ? അപ്പൊ അങ്ങനെ വേപ്പില വരെ ഇട്ടു. അപ്പൊ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലേ? ഒന്ന് വാട്ടിയെടുക്കണം അല്ലേ? അപ്പൊ നല്ല സ്മെല്ലൊക്കെ വന്നില്ലേ? നമ്മുടെ ശരണ്യ എന്തായിരുന്നു? ശരണ്യ ഉണ്ട് ഇവിടെ. ശരണ്യ ആണോ? ഇനി എന്നാ? മല്ലിപ്പൊടി, ആ അപ്പൊ മല്ലിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മല്ലിപ്പൊടി ഇട്ട് അത് ചെറുതായിട്ട് മൂക്കട്ടെ. എന്നിട്ട് മുളക് പൊടി. ആ മല്ലിപ്പൊടി ചെറുതായിട്ട് മൂക്കണം. മൂത്തിട്ട് മുളക് പൊടി. അമ്മ എന്തോ ഇത് ആയാ? ആയില്ല, ശാലം കൂടി ആകട്ടെ. ശകലം കൂടി ആകണം. മല്ലിപ്പൊടി ആയാ? ആ മല്ലിപ്പൊടി ആയ എന്നിട്ട് മുളക് പൊടിയും കൂടി ഇടട്ടെ. ആ അപ്പൊ കണ്ട കൂട്ടുകാരി ഇങ്ങനെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുന്നല്ലേ? ഇനി മുളക് പൊടി ഇടണം. അപ്പൊ അങ്ങനെ അമ്മ മുളക് പൊടിയൊക്കെ മുളക് പൊടി ഇട്ട് ഇനി അങ്ങോട്ട് ഇളക്കണം. തീയാണെ തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ആ ഇനി അത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കണം അല്ലേ? ശരണ്യ എന്തോ എന്നായിരിക്കും വെറുതെ സ്റ്റൂളിലിരിക്കുകയാണ്. ചിക്കൻ കറി വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കൂടി അങ്ങോട്ട് യോജിച്ച് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്നാണ് അമ്മ ചെയ്യാൻ പോണത്? ഇനി നമുക്ക് ഈ ചിക്കൻ്റെ അകത്തായിട്ട് ഇത് ചേർക്കാം. ആ നമ്മുടെ ചിക്കൻ്റെ അത് സവോള ഗ്രേവിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്ക് ഇത് ചേർത്ത് മസാലപ്പൊടിയൊക്കെ ചേർത്താണ് വെച്ചത്. ഇനി വേണമെങ്കിൽ ഇച്ചിരി ചേർത്താം. ആ ശരണ്യ ഏതാണ്ടൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടോ ആ നേരത്ത്? ആണോ? കണ്ട രണ്ടുപേരും രണ്ട് അടപ്പ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം കണ്ട ഇതപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ചിക്കനുമായിട്ടൊക്കെ ഇളക്കി അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ നേരത്ത് ശരണ്യാണെങ്കിൽ ഇവിടെ എന്തിനാണ് ശരണ്യ? ചുമ വന്നി അതാ ഇളക്കണേൻ്റെ പൊടിയുടെ. ആ ബിരിയാണിയാണോ? ഓ തല്ലിക്കൂട്ട് ബിരിയാണിയാണ്. ചിക്കൻ കിട്ടിയപ്പോ ശരണ്യക്ക് തോന്നി ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ആയിട്ടല്ലേ? ബിരിയാണി അല്ല ഫ്രൈഡ് റൈസും അല്ല സംഭവം. ബിരിയാണി അരി ഇച്ചിരി വേവിച്ച് തിന്നണം. ആ ഇപ്പൊ കണ്ട അമ്മ അത് അങ്ങോട്ട് ഇളക്കി ആ നേരത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ചിക്കൻ കറി കണ്ട നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. കാണുമ്പോ തന്നെ അറിയാം അടിപ്പൻ ചിക്കൻ കറിയാണ്. അപ്പൊ തന്നെയൊക്കെ വെക്കണം ചിക്കൻ കറി. ആ അതെ അതെ. അപ്പൊ ആ നേരത്ത് ശരണ്യ ഇവിടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ ഇത് കാണുമ്പോ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എല്ലാരും കൊതിക്കും. കാരണം അല്ല ശരണ്യ മസാലപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള് ഞായറാഴ്ച ദിവസത്തെ അല്ലേ ചെറിയ ചിക്കൻ കറിയാണ്.
ഇനി തന്നെ മസാലപ്പൊടി പോരെ? മസാലപ്പൊടി വേണം. അപ്പൊ തീ അമ്മ ഒന്ന് കൂട്ടി വെച്ച് കുറച്ച് കൂട്ടി. ഇച്ചിരി കൂട്ടി വെച്ച്. ചാറ് വേണ്ടേ? ചാറ് വേണം. ആ പിന്നെ ചാറ് വേണം. ചാറ് വേണമെങ്കിൽ ഇച്ചിരി ചാറ് കൂട്ടിയാൽ മതിയല്ലേ അല്ലേ? ഇങ്ങനെയാണ് പെരട്ടി വെക്കണത്. പിന്നെ പെരട്ടി വെക്കണ ഇങ്ങനെയാണ് ചിക്കൻ കറി യഥാർത്ഥത്തിൽ പെരട്ടി വെക്കണത് ഇതാണ് കേട്ടോ. നല്ല കറുത്തൊക്കെ ഇരിക്കും, നല്ല സെറ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ കറുത്ത് വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മൂപ്പിക്കണം. മൂപ്പിക്കും പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ കറുത്ത ഗ്രേവി കിട്ടും. അതുപോലെ തന്നെ സവോള നന്നായിട്ട് വേകണമെങ്കിൽ ഗ്രേവി കൂടുതലുണ്ടാവും. അപ്പൊ ഇതേ ശരണി ആ നേരത്തെ ഏതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സവോള ക്യാരറ്റ് ഏതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. തക്കാളി ഇല്ലാത്തതാണല്ലേ ചിക്കൻ? അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ചിക്കൻ കറി. അപ്പൊ അമ്മേ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി ശരണി ഇതുകൂടി ഇണക്കിയിട്ട് അല്ലെ, ഇതുകൂടി ഇണക്കിയിട്ട് ഒന്നിച്ച് കാണിക്കണം. ബിരിയാണി എന്ന് പോലും പറയാൻ പറ്റിയ ശരണ്യ അമ്മ ഇളക്കി തീർന്നില്ലേ? അമ്മ ഇളക്കി തീർന്നില്ല. അതെ ഇവിടെ ശരണ്യ അതെ ഇതൊക്കെ ബിരിയാണി അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്ടൊക്കെ ഇട്ടൊക്കെ ചെയ്യണുണ്ട് ശരണ്യ ആ നേരത്തെ. കണ്ട ക്യാരറ്റൊക്കെ കണ്ട അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? സാധാ സൂപ്പറായിട്ട് വെക്കൂ. അതെ അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ അതേ സവോള മൂത്ത് വന്നതേ ഉള്ളൂ. അമ്മ പിന്നെ അതിൻ്റെ അകത്തൊക്കെ വേഗം വെച്ചിട്ടുണ്ട്. ശരണ്യ എന്തോ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി എവിടെ വരെ ആയി? ബിരിയാണിക്ക് ഞാൻ സവോള മൂപ്പിച്ച് ഇട്ടോണ്ടിരിക്കുക. കഴിക്കാനായ സമയം ഒത്തിരി ആയി. അപ്പൊ നമുക്ക് വേഗം കഴിക്കാം ബിരിയാണി. അതെ ചിക്കൻ കറി എല്ലാം കൂടി ഒരു സന്തോഷത്തോടു കൂടിയുള്ള അതല്ലാതെ നമ്മൾ ഒത്തിരി ഐറ്റം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഒന്നിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. രാവിലെ പോയത് കാരണം പച്ചക്കറി ഒന്നും തന്നെ വെക്കാൻ പറ്റിയില്ല. അതെ എന്നാണ് ശരി. സവോള പിന്നെ ഇടിയാണ്. സവോള എന്തോ അത് തന്നെ അണ്ടിപ്പരിപ്പാ. എല്ലാം കൂടി മിക്സിങ് ആണല്ലേ? ഒരു തല്ലിക്കൂട്ടാണല്ലേ? എന്തോ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാ ഇതില് ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി ഇട്ട് കണ്ട കൂട്ടുകാരെ. അതെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ സവോളയൊക്കെ മൂപ്പിച്ച് ചേർത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ശരണ്യയുടെ കൊച്ചു കൊച്ചു ബിരിയാണി എന്ന് പറയാം അല്ലേ? എല്ലാം കൂടി മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ ആരും കളിയാക്കരുത് കേട്ടോ. ശരണ്യ എല്ലാം ചെയ്യും, പക്ഷെ ബിരിയാണി ഒന്നും നമ്മൾ അങ്ങനെ അല്ലേ വെക്കാറില്ല. നെയ്യ് ചേർത്താ ഇതില്? നെയ്യ് ചേർത്തതേ ഉള്ളൂ. ആണോ? നീ ഇളക്കി കൊടുക്കുകയാണ്. ശരണ്യ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി അടിപൊളിയാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒന്നും സാധനം ഒന്നും ഇല്ലാത്ത. അതെ അങ്ങനെ പപ്പടമൊക്കെ കാച്ചിയല്ലേ? പപ്പടം കാച്ചിയാണ്. ശരണ്യ എന്നെ അടിക്കാണ്. ശരണ്യ എന്നെ അടിക്കാണ്. ആ കച്ചമ്പർ അല്ലേ? കച്ചമ്പർ ചെയ്തോണ്ടിരിക്കേ. ഇതേ നമ്മളെ അച്ഛൻ എണീറ്റ് വന്നിട്ടുണ്ട്. ശരണ്യ നമ്മള് പപ്പടം കുത്തുന്ന കമ്പി എന്ത് ഞാൻ നോക്കിട്ട് ഇനിയിപ്പൊ ഇങ്ങനെ മതി തന്നെ. നമ്മുടെ അച്ഛന് എന്തോ കവർ എന്തോ ഒട്ടിക്കാൻ വേണ്ടി അന്ന് എടുത്തോണ്ട് പോയിട്ട് ഇറച്ചിക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കണ. അപ്പൊ നമുക്ക് ഇന്ന് ശരണ്യയുടെ തല്ലിക്കൂട്ട് ബിരിയാണിയും പിന്നെ നമ്മുടെ അമ്മയുടെ ചിക്കൻ കറിയും പിന്നെ പപ്പടവും. അതെ 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 നേരാണ്. പപ്പടം കാണുമ്പോ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ശരണ്യ തല്ലിക്കൂട്ടെന്ന് ഞാൻ പറഞ്ഞെന്നല്ല കേട്ടോ. അത് ശരണ്യ എനിക്ക് എന്ത് ഇണക്കി തന്നാലും എനിക്കത് ഏറ്റവും വലുത് തന്നെയാണ് കേട്ടാ. കേട്ടാ ശരണ്യ?
സത്യം ഞാൻ പിന്നെ എന്നാന്ന് കൂട്ടുകാരെ ഓർക്കിയല്ലേ ഇതാണ് ആ ബിരിയാണി എന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. ആ അതെ അതെ. എല്ലാ സാധനവും ഇല്ല. ശരണ്യ എനിക്ക് ശരണ്യ ഉണ്ടാക്കിയ ശരണ്യ എനിക്ക് ഇച്ചിരി കഞ്ഞി വെച്ച് തന്നാലും അതെനിക്ക് വലുത് തന്നെ. എല്ലാം എനിക്കത് പ്രിയപ്പെട്ടതാണ്. അല്ലേ? ഞാൻ തക്കാളിയും ക്യാരറ്റും സവോളയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് ഇതില്. ഇതുപോലെ തല്ലിക്കൂട്ടി ഇല്ലല്ലോ കച്ചമ്പറ അത് തന്നെ സെറ്റ് സാധനം. അപ്പൊ ഇത്തിരി എളുപ്പമാട്ടെ, എനിക്ക് എളുപ്പമാട്ടെ. മരുന്ന് കഴിക്കണം, ആ കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കണം. ഓ എന്ത് മരുന്ന് കഴിക്കണ ആളാണ് പറഞ്ഞെന്നറിയാവാ. ഞാൻ നിർബന്ധിക്കണം. ഞാൻ ഇന്ന് പോണ വഴി നിർബന്ധിച്ചാണ് കൊണ്ടുപോകുന്നത്. ചിക്കൻ കറി കണ്ട് അമ്മയാണ് വെച്ചത്, ശരണ്യല്ല. വേണ്ട ചിക്കൻ കറി അടിപൊളി വേണ്ട. അച്ഛന് ഇഷ്ടപ്പെട്ട്. അതെ അതെ. തൈര് കൂടി ഒഴിച്ചിട്ടുണ്ട്. ശരണ്യ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കച്ചമ്പറ അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശരണ്യ? ഓ എനിക്ക് കാണുമ്പോ ചിരി വരുന്നു. ആണോ? എന്നാ അതെന്താണ് ആ ചിരിക്ക് എന്തോ ഒരു അർത്ഥമുണ്ട്. ഞാന് ബിരിയാണി കൊള്ളത്തില്ല, ഇതെങ്കിലും നല്ലായിരിക്കും. അത് നല്ല കച്ചമ്പറ അടിപൊളിയാ, സൂപ്പർ കച്ചമ്പറ. കണ്ട ഏതാണ്ട് നല്ല ഗംഭീര ബിരിയാണിയും അല്ലേ? ആണ് കൂട്ടുകാരെ. ശരണ്യക്ക് ഇങ്ങനെ ചെയ്യാൻ തന്നെ മടിയാണ്. കൂട്ടുകാരെ കാണിക്കാൻ ഞാൻ പറഞ്ഞ സാരയില്ല അല്ലേ? ചില കൂട്ടുകാരില്ലേ നമുക്ക് നെഗറ്റീവ് ഇല്ല. ഇതിപ്പോ നമ്മള് തല്ലിക്കൂട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞണ്ടല്ലേ. അങ്ങനെ ശരണ്യ ഇതിലാട്ട് ഇച്ചിരി ഉപ്പ് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കൂട്ടുകാരെ കണ്ട ഈ കച്ചമ്പറും നമ്മുടെ ഈ ബിരിയാണിയും പിന്നെ അതുകൂടാതെ നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ പപ്പടവും. ആ ഇന്നത്തെ ഭക്ഷണം കഴി സൂപ്പർ അല്ലേ? വെട്ടിയെന്നോ വേണ്ട വാഴയില വെട്ടണ്ട, പ്ലേറ്റിലെടുത്താൽ മതി. നമ്മൾ സാധാ കഴിക്കണ പോലെ. എന്നിട്ടാരും എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഇല്ല ഇല്ല ഇല്ല. എനിക്ക് കാണുമ്പോ ചിരി ചിരി. എന്നാ വാ കൂട്ടുകാരെ. അപ്പൊ ഇതാണ് അമ്മയുടെ മോടെയും ഒക്കെ അല്ലേ പാചകം. അപ്പൊ അമ്മയുടെ ചിക്കൻ കറിയും അതുപോലെ ശരണ്യയുടെ തല്ലിക്കൂട്ട് ബിരിയാണിയും. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാൻ. എല്ലാവർക്കും സുഖമല്ലേ? അതെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.